ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 14 തീയതി OTT റിലീസ് ചെയ്യുമെന്ന് നേരത്തെ മനോരമ മാക്സ് OTT പ്ലാറ്റ്ഫോം അറിയിച്ച സിനിമയാണല്ലോ ഒരു ജാതി ജാതകം. കഴിഞ്ഞ ദിവസം സിനിമയുടെ OTT പ്ലാറ്റ്ഫോമിൽ നിന്ന് സിനിമയുടെ റിലീസ് തീയതി പോസ്റ്റർ പിൻവലിച്ച വിവരം നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. അതോടെ ഇന്ന് സിനിമ റിലീസ് ചെയ്യാനുള്ള സാധ്യതകളും മങ്ങിയതാണ്. ഇപ്പോഴത്തെ അത് ശരിവയ്ക്കുന്ന രീതിയിൽ സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തിരുന്നില്ല. ഇന്ന് സിനിമയുടെ ഏറ്റവും പുതിയ OTT അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ കമ്മിങ് സൂൺ പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. ഒരു പെണ്ണ് കിട്ടാൻ കുറച്ച് കാത്തിരിക്കണം, നല്ല സിനിമ കാണാനും അല്പം കാത്തിരിക്കണം എന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇന്ന് OTT അപ്ഡേറ്റ് ആയിട്ട് അറിയിച്ചിരിക്കുന്നത്. ഈ മാർച്ച് മാസം തന്നെ അടുത്ത ആഴ്ചകളിൽ തന്നെ സിനിമ OTT റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ അടുത്ത കൃത്യമായ റിലീസ് തീയതി അപ്ഡേറ്റിനായിട്ട്. നേരത്തെ ജനുവരിയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം പരാജയപ്പെട്ട സിനിമയാണല്ലോ പ്രാവിൻകൂട് ഷാപ്പ്. അൻവർ റഷീദ് നിർമ്മിച്ച ബേസിൽ ജോസഫ് സൗബിൻ കോംബോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ OTT അവകാശങ്ങൾ സോണി ലിവ് സ്വന്തമാക്കിയെന്ന് നേരത്തെ പ്രേക്ഷകർ അറിയിച്ചതാണ്. ഇന്നിപ്പോഴത്തെ അതിൻ്റെ ഒഫീഷ്യൽ OTT കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. OTT റിലീസ് തീയതിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 11 തീയതി സോണി ലിവിൽ സിനിമ പാൻ-ഇന്ത്യൻ ഭാഷകളിൽ റിലീസ് ചെയ്യും. അപ്പോൾ മാർക്കോയ്ക്കും രേഖാചിത്രത്തിനും ശേഷം സോണി ലിവിൽ അടുത്ത മാസം സ്ട്രീം ചെയ്യുന്ന സിനിമ പ്രാവിൻകൂട് ഷാപ്പ് തന്നെയാണ്. അവസാനത്തെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി കൂടി വളരെ പ്രധാനപ്പെട്ട വേഷത്തിലെത്തിയ തെലുഗു ബിഗ് ബഡ്ജറ്റ് പാൻ-ഇന്ത്യൻ സിനിമ ഏജന്റിന്റെ OTT റെസ്പോൺസിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം സോണി ലിവിൽ സ്ട്രീം ചെയ്ത സിനിമ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി വൻ ദുരന്തമായ വൻ ഡിസാസ്റ്റർ റെസ്പോൺസ് കൂടി നേടിയെടുത്ത സിനിമയാണ്. ഇപ്പോഴത്തെ OTT റിലീസിന് ശേഷം ആ അഭിപ്രായങ്ങളിലെ മാറ്റമൊന്നും തന്നെയില്ല, മറിച്ച് കൂടുതൽ ഞെട്ടിക്കുന്ന അഭിപ്രായങ്ങൾ, അതോടൊപ്പം തന്നെ മമ്മൂട്ടിയുടെ പ്രകടനത്തെക്കുറിച്ചുള്ളവരുള്ള അഭിപ്രായങ്ങൾ സിനിമയെക്കുറിച്ച് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. സിനിമ OTT റിലീസ് ചെയ്തത് ഇനിയും കൂടുതൽ പേർ അറിഞ്ഞോ എന്ന് സംശയിക്കുന്നുണ്ട്. എങ്കിൽ പോലും നിലവിൽ ഏജന്റിന്റെ OTT ട്രോൾസ് എല്ലാം തന്നെ യൂട്യൂബിൽ അടക്കം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുന്നേ ആണല്ലോ മമ്മൂട്ടി ആരാധകർ മലയാളത്തിൽ ഏറ്റവും വലിയ നടനെ തോക്ക് പിടിക്കാനായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാഴ്ച സോഷ്യൽ മീഡിയയിൽ കണ്ടത്. അതുപോലെ തന്നെ മെഗാസ്റ്റാർ അന്യഭാഷയിൽ പോയി ഭിത്തിയിലൊന്നും തന്നെ കയറാറില്ല എന്നൊരു അഭിപ്രായം എല്ലാം തന്നെ ആരാധകർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു വർഷത്തിനിടയിൽ 2 തവണ ഭിത്തിയിൽ കയറുന്ന അന്യഭാഷാ സിനിമകളിൽ മെഗാസ്റ്റാർ അഭിനയിച്ച് തന്റെ ആരാധകർക്ക് നല്ല ചുട്ട മറുപടി കൊടുത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് വീണ്ടും നമുക്ക് കാണാനായിട്ട് ഇടയായിരിക്കുന്നത്. ആവശ്യമില്ലാതെ മറ്റുള്ള നടന്മാരെ ട്രോളാനായിട്ട് പോയാൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുമെന്ന് മെഗാസ്റ്റാർ പറയാതെ നമ്മുടെ ആരാധകരോട് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്ക്.